അദ്ദേഹം പറയണം, ശ്രാവണ മാസത്തിൽ രാഹുൽ ഗാന്ധി മട്ടൻ കറി കഴിച്ചു. എന്തും മാന്യമറിയാത്ത പാവപ്പെട്ട ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം വികാരങ്ങൾ കൊണ്ട് മാത്രമേ വോട്ട് നേടാൻ കഴിയുമെന്ന് മറ്റാരേക്കാളും നന്നായി നരേന്ദ്രമോദിക്കറിയാം. എത്ര മനോഹരമായിട്ടാണ് ഒരു ജനത അവരുടെ ജീവൻ പ്രശ്നങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുന്നത്. കൂലിയില്ലാതെ പട്ടിണി കിടക്കുന്നവർ, മക്കൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത, കയറിക്കിടക്കാൻ കൂലിയില്ലാത്ത, റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങുന്ന, മലമൂത്ര വിസർജനം നടത്തുന്ന ഒരു ജനതയുടെ മുമ്പിൽ മതത്തെ കാറ്റാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ മാറ്റിമറിക്കാൻ ഒരു ഫാസിസ്റ്റ് ഏകാധിപതി ശ്രമിക്കുമ്പോൾ എത്ര കാലം നിശബ്ദത വെച്ചു പുലർത്താൻ നമുക്ക് സാധിക്കും? മോദിയുടെ ആരാധകൻ, മോദിയുടെ മനസ്സിലെ ആരാധകൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ്. എന്താണ് വ്ളാദിമിർ പുടിന്റെ പ്രത്യേകത? 30 വർഷമായി റഷ്യയുടെ പ്രസിഡന്റാണ് പുടിൻ. എല്ലാ 4 വർഷം കൂടുമ്പോൾ റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇപ്പോൾ അവസാനം തെരഞ്ഞെടുപ്പ് നടന്നു. 89% പോളിംഗ്. ഓരോ ഇലക്ഷന് മുമ്പ് റഷ്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം കുഴഞ്ഞു വീണ് മരിക്കുന്നു, കാണാനില്ല. ഇപ്പൊ ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ജയിലിലാണ്. അത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയ ഏകപക്ഷീയമായ, അതാണ് ബിജെപിയുടെ കഴിഞ്ഞ ദിവസം വന്ന പ്രകടന പത്രികയിൽ ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു ഭാഷ. ആ എങ്ങനെ നടപ്പിലാക്കും ഈ രാജ്യത്ത്? എന്റെയും നിങ്ങളുടെയും ഹൃദയവികാരത്തെ വെളിപ്പെടുത്താൻ നമുക്ക് മലയാളം വേണ്ടേ? നമ്മുടെ ഭാഷയല്ലേ മലയാളം? തമിഴിന് തമിഴ് വേണ്ടേ? കന്നഡക്കാരന് കന്നഡ വേണ്ടേ? ആ നമ്മുടെ മുകളിലേക്ക് ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ, ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുമ്പോൾ പ്രതിരോധമുണ്ട്. ദ്രാവിഡന്മാർ പ്രതിരോധം ഉയർത്തുന്നുണ്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും. നമ്മൾ എത്ര പേർ അതിന് പ്രതിരോധം ഉയർത്തുന്നു? എത്ര പേർ അവരുടെ പ്രകടന പത്രികയിലെ ആ വാക്കിനെ ഗൗരവത്തോടെ കണ്ടിരിക്കുന്നു? നിസ്സംഗത വെടിയാൻ ഒരു ജനത ഇനിയും തയ്യാറായില്ലെങ്കിൽ, ഒരു ഏകാധിപതിയുടെ കീഴിൽ അടിമകളായി ജീവിക്കാൻ പിടിക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും മാറും. അദ്ദേഹത്തിന്റെ സ്വപ്നം ബെനഡിക്ടോ മുസോളിനിയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം വ്ളാദിമിർ പുടിനാണ്. അദ്ദേഹത്തിന്റെ ജനാധിപത്യ സങ്കല്പം റഷ്യയുടേതാണ്. അദ്ദേഹത്തിന്റെ ജനാധിപത്യ സങ്കല്പം ബർമയിലെ മ്യാൻമാറിലേതാണ്, പാകിസ്ഥാനിലേതാണ്. കോൺഗ്രസ് കൊണ്ടുവന്ന മഹത്തായ രാജ്യത്തെ ജനാധിപത്യ സങ്കല്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മനസ്സിലില്ല. ആളുകളെ വിമർശിക്കുന്നത് പോലും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ 10 വർഷം പുറകോട്ടേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ CPM-കാർ പറയുന്ന പോലെയല്ല. 2014 മൻമോഹൻ സിംഗ് അധികാരം വിട്ടു പോകുന്നതിന് മുമ്പ് നമ്മളാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. എത്ര മനോഹരമായ പദ്ധതിയാണ്! ഈ രാജ്യത്തിന്റെ GDP വളർച്ചാ നിരക്ക് ഉയർത്തിയത് നമ്മളാണ്. ഈ രാജ്യത്തെ വികസനത്തിലേക്ക് വളരെ വേഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോയത് മൻമോഹൻ സിംഗ് ആണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, 10 വർഷം മുമ്പ് ഡൽഹിയുടെ തെരുവേദികളിൽ ഒരു ഗാന്ധി തൊപ്പി വെച്ച വാർദ്ധക്യം ബാധിച്ച അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു വൃദ്ധന് ഇതുപോലെ ഒരു സ്റ്റേജ് കിട്ടി, ഒരു തടയണയും ഇട്ടുകൊടുത്തുകൊണ്ട് നടുക്കിരുത്തി. ഒരു വശത്ത് അരവിന്ദ് കെജ്രിവാൾ, മറുവശത്ത് ബൃന്ദ കാരാട്ട്, മുൻപിൽ അരുൺ ജെയ്റ്റ്ലി. CPM-ന്റെ ബൃന്ദ കാരാട്ട്, നമ്മുടെ പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ കോൺഗ്രസിന്റെ വിമർശകനല്ല, അഭ്യുദയകാംക്ഷിയാണ്. CPM-കാർക്ക് എപ്പോഴാണ് ബോധം വന്നത് കോൺഗ്രസിന്റെ അഭ്യുദയകാംക്ഷിയാണെന്നുള്ള ബോധം? 2014 RSS-കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു. ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കള്ളപ്രചരണം വ്യാപകമാക്കി. 2G സ്പെക്ട്രം നമ്മളെല്ലാം വിശ്വസിച്ചു. വിനോദ് റായ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഞാനും നിങ്ങളും എല്ലാം വിശ്വസിച്ചു. ഇട്ടാൽ തീരാത്ത പൂജ്യങ്ങൾ കണക്ക് അഴിമതിയുടെ മുഖമുദ്രയാണ് മൻമോഹൻ സിംഗ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ജെയ്റ്റ്ലിയുടെ കൈകളിൽ തട്ടിക്കൊണ്ട് വളയിട്ട കൈകളാൽ ഡാൻസ് കളിക്കുന്ന ബൃന്ദ കാരാട്ട്. ഒരു ഭാഗത്ത് എല്ലാത്തിനും കൊല്ലുന്ന അരവിന്ദ് കെജ്രിവാൾ. കോൺഗ്രസ് പുറത്തുപോയില്ലേ? 10 വർഷമെടുത്തു.
CPM തിരിച്ചറിഞ്ഞു, അരവിന്ദ് കെജ്രിവാൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ കോൺഗ്രസിന്റെ ചിറകിലാണ് അഭയം തേടുന്നത്. CPM-കാരെ സംബന്ധിച്ച് ഞാൻ പറയണ്ട, അവരറിയാം നമുക്ക്. അവർ ഈ രാജ്യത്ത് കേരളം ഒഴിച്ച് എല്ലായിടത്തും നമ്മുടെ സഖ്യകക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം CPM-കാരോട് പറഞ്ഞു, നിങ്ങൾ കോൺഗ്രസുകാരോട് തർക്കിക്കാൻ വരണ്ട. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് നിങ്ങൾ കോൺഗ്രസിനാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, എത്ര ഭീകരമായിട്ടാണ് ഫാസിസം നമ്മുടെ വീടിന്റെ പടിവാതിക്കലെത്തിയത്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം. ഇന്നലെ നിങ്ങൾ കരഞ്ഞു കാണും. ഇന്നലെ തെലങ്കാനയിൽ ഒരു സ്കൂളിൽ കയറി കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരും മദർ തെരേസയുടെ വിഗ്രഹം അടിച്ച് താഴെയിട്ട് ജയ് ശ്രീരാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. പവിത്രമായ ദൈവികമായ ആ വിളി RSS-കാരെ വിളിക്കുമ്പോൾ എതിർ മതത്തിൽപ്പെട്ട, എതിർ ചിന്താഗതിയിൽപ്പെട്ടവരെ കൊല്ലാനുള്ള കൊലവിളിയായി ആ മുദ്രാവാക്യം മാറുകയാണ്. അതിലൊരു സ്നേഹത്തിന്റെ ഭാഷയില്ല. മുദ്രാവാക്യങ്ങളിലും ഈ സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും കൊണ്ടുവരികയാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. കോൺഗ്രസിനല്ലാതെ ആർക്കും ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. സത്യസന്ധമായിട്ടോ അല്ലയോ ആവട്ടെ, ഒരുപക്ഷെ ഈ രാജ്യത്ത് നടക്കുന്ന അവസാനത്തെ ജനാധിപത്യ വിപ്ലവത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. വരുന്ന തലമുറയോട് പറയാം, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. മനോഹരമായ ഒരു രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റിക്കൊണ്ട് ഒരു ഏകാധിപതിയും അവരുടെ സിംഗിളികളും മാത്രം ഭരണം കൈയാളുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ശക്തമായി പ്രതികരിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അവിടെ CPM-ന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. CPM-ന് യാതൊരു റോളുമില്ല. കേരളത്തിലെ 20 സീറ്റും ഒരു സംശയം വേണ്ട, ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് UDF ജയിക്കും. അതിലാർക്കും ഒരു സംശയം വേണ്ട. കേരളത്തിന് പുറത്ത് നമ്മുടെ ഘടകകക്ഷിയായി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് തമിഴ്നാട്ടിലും രാജസ്ഥാനിലും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ട് ബംഗാളിലും പ്രവർത്തിക്കുന്ന ഇവിടുത്തെ CPM-കാരൻ എന്തടിസ്ഥാനത്തിലാണ് വീടുകളിൽ ചെന്ന് കോൺഗ്രസിനെതിരെ വോട്ട് ചോദിക്കുക? പക്ഷേ മറ്റു സ്ഥലങ്ങളിലെ CPM-കാരേക്കാൾ ഇവിടുത്തെ CPM-കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ പ്രവൃത്തി എടുത്തു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ RSS-കാരനേക്കാൾ നശിച്ച വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ജനവിഭാഗമായി ഇവിടുത്തെ CPM-കാരൻ മാറിയതിൽ അങ്ങേയറ്റം സങ്കടപ്പെടുകയാണ് നമ്മൾ. ആരുടെ പാർട്ടിയായിരുന്നു? EMS-ന്റെ പാർട്ടി, EK നയനാരുടെ പാർട്ടി, മനുഷ്യനാകണം എന്ന് പാട്ടുപാടുന്ന പാർട്ടി, ആമസോൺ കാടുകളിൽ തീ പിടിച്ചാൽ ഇവിടെ ചക്കുപൊട്ടി കരയുന്നവന്റെ പാർട്ടി. ആ പാർട്ടി വർഗീയത കുത്തിവെച്ചുകൊണ്ട് RSS-കാരോട് മത്സരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കടകളിൽ ശ്രദ്ധിക്കുക, ചായക്കടകളിൽ ശ്രദ്ധിക്കുക. അവിടെ ഒരു BJP-കാരനും CPM-കാരനും കോൺഗ്രസുകാരനും ഉണ്ടെങ്കിൽ ആ കോൺഗ്രസുകാരനെ ആക്രമിക്കാൻ ഒന്നിച്ച് രാഷ്ട്രീയം പറയുകയാണ് പലയിടത്തും ഇപ്പോൾ BJP-കാരനും CPM-കാരനും. ആ CPM-കാരന്റെ മനസ്സിലെ മതേതരത്വം എവിടെ പോയി? ആ CPM-കാരന്റെ മനസ്സിലെ ഈ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ എവിടെ പോയി? കേവലം 4 വോട്ടിന് അറിയാം, ചിഹ്നം പോകും. മരപ്പട്ടി മീനാമ്പേറ്റിയും ചിഹ്നമാകാതിരിക്കാനുള്ള യുദ്ധമാണ്, മനസ്സിലാക്കുന്നു. പക്ഷേ സംസാരത്തിൽ, പ്രവൃത്തിയിൽ ഇന്നലകളിൽ പാരമ്പര്യം ഉണ്ടായിരുന്ന ആ പാർട്ടി അതിന്റെ മതേതരത്വ സ്വഭാവം കാത്തു സൂക്ഷിക്കണ്ടേ? എവിടെ കാത്തു സൂക്ഷിക്കാൻ? പിണറായി വിജയൻ ഭരണത്തിൽ വന്ന 8 വർഷം, ആ 8 വർഷം കൊണ്ടാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രൂപത്തിലായി തീർന്നത്. എന്നെ ശ്രമിക്കുന്ന ഒത്തിരി സഖാക്കന്മാരോടൊന്നും എനിക്കറിയാം. എന്നെ ശ്രമിക്കുന്ന സഖാക്കന്മാർക്ക് ഞാനൊരു വെല്ലുവിളി തരികയാണ്. നിങ്ങൾക്ക് നാളെ ഇവിടെ സ്റ്റേജ് കെട്ടാം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നത് പോലെ നിങ്ങളുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നരേന്ദ്രമോദിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഇവിടെ കാണിക്കാൻ CPM-കാരൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ പിണറായി വിജയന് എന്താണ് ഇത്ര ഭയം? ആരാണ് പിണറായി വിജയനെ നിയന്ത്രിക്കുന്നത്? അവിടെ ബഹുമാനപ്പെട്ട MLA കടന്നു വരികയാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
പിണറായി വിജയൻ നഷ്ടപ്പെടാൻ ഇടയ്ക്കിടയ്ക്ക് പറയും മടിയിൽ കനവില്ല. മടിയിൽ മാത്രമല്ല, അദ്ദേഹം രഹസ്യമാക്കി ഉണ്ടാക്കി വെച്ച എല്ലാ പോക്കറ്റിലും കനമാണ്. ആ കനം കൊണ്ടാണ് പേടിച്ചു വിറച്ചിട്ടാണ് അച്ഛനും മോളും ജയിലിൽ പോകുമെന്നുള്ള ഭയത്താലാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കാത്തത്. CPM-ന്റെ പിണറായി വിജയൻ വന്നതിന് ശേഷമുള്ള എല്ലാ പ്രവൃത്തിയും കേരളത്തിൽ RSSനെയും BJP-യെയും വളർത്തുന്ന തരത്തിലാണ്. ഒരു സ്ഥലത്ത് പോലും RSSനെയും BJP-യും പുറകോട്ട് നടത്തുന്ന രൂപത്തിലല്ല പിണറായി വിജയന്റെ CPM-ന്റെ കഴിഞ്ഞ 5-8 വർഷമായുള്ള പ്രവർത്തനം. അത് സങ്കടകരമാണ്. ഈ കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് കത്തിവെച്ചുകൊണ്ട് വർഗീയ ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാൻ വാടി തുറന്നു കൊടുക്കുന്നവനായി ചരിത്രം പിണറായി വിജയനെ രേഖപ്പെടുത്തും. മറ്റൊരുപാട് കാര്യങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് പറയാനുണ്ട്. സിറാജ് സൂചിപ്പിച്ചു പോയി. പെൻഷനെ കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയന്റെ വീട്ടിലെടുത്ത് തരുന്ന പോലെയാണ് പെൻഷൻ. കഴിഞ്ഞ ദിവസം കോടതി പറയുകയാണ്, പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണ്. ഇവിടുത്തെ CPM-കാരന്റെ പരക്കെടുത്തുകൊണ്ട് കൊടുക്കുന്നതല്ല പാവപ്പെട്ടവന്റെ പെൻഷൻ. ഒരു സഖാവിനോട് ചോദിക്കുക, പീഡിപ്പിക്കാൻ നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റും അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം നിയമ പോരാട്ടത്തിലൂടെ, രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ അതിനെയെല്ലാം തരണം ചെയ്ത് വിജയം വരിച്ചാണ് KM ഷാജി എന്ന ഊർജ്ജസ്വലനായ യുവ നേതാവ് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കരുത്ത് പകരുന്നത്. അദ്ദേഹത്തെ പേരാവൂരിന്റെ മണ്ണിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ പരിപാടിയുടെ തിരക്കെല്ലാവർക്കും അറിയാൻ രാഹുൽ ഗാന്ധിയുടെ പര്യടന പരിപാടി കണ്ണൂരിലെ പൊതുസമ്മേളനത്തിന്റെ തിരക്കിലായിരുന്നു നമ്മളുടെ പ്രവർത്തകരിൽ പലരും. അവരെല്ലാവരും അത് കഴിഞ്ഞാണ് എത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഷാജി നിങ്ങളോട് സംസാരിക്കും. മുന്നേറ്റം പറഞ്ഞത് ഇന്നൊരു വിജയത്തിന്റെ ആദരണീയനായ സമരനായകൻ, ഇന്ത്യയുടെ സമരനായകൻ രാഹുൽജിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് മുന്നേറ്റം ഞങ്ങളെല്ലാവരും, ഞങ്ങളിൽ പലരും ഇവിടെ എത്തിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കും എത്ര നിശ്ചയദാർഢ്യത്തോടെയാണ്. ഞാൻ ആ വേദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു സമയവും ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ്. ഒരു മനുഷ്യൻ എത്ര നിശ്ചയദാർഢ്യത്തോടെയും എത്ര ഗൗരവത്തോടെയും മറ്റുള്ളവരൊക്കെ നടത്തുന്ന പരിഹാസ പ്രസംഗങ്ങളും ആക്ഷേപ പ്രസംഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനു വേണ്ടി ഇടപെടുന്ന ഒരാളുടെ കൃത്യമായ അവധാനത അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. നാട് തിരിച്ചു വരുന്നു എന്ന അതിശക്തമായ സന്തോഷവും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ചു തന്നെയാണ് ഇന്ത്യ. അതിന്റെ എല്ലാ കാലയളവുകളെയും അതിജയിച്ചുകൊണ്ട് വർത്തമാന സാഹചര്യത്തിൽ നിൽക്കുന്നു. മോദിയുടെ രാഷ്ട്രീയ കള്ളത്തരങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയിട്ടുണ്ട് ഇന്ത്യ എന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം RSS ഇന്ത്യയിൽ പ്രവർത്തിച്ചത് 90 വർഷമാണ്. ഈ 26 ആയാൽ 25 ആയാൽ 100 വർഷം തലയിലാണ് ആകുന്നത്. കുതന്ത്രങ്ങളും പയറ്റി തെളിച്ച് അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയുടെ അധികാരത്തിലൊക്കെ വന്നത്.
പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലം അവരെന്തായിരുന്നു ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന സമയമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് കൊണ്ട് ആർഎസ്എസിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഐഡിയോളജിയിൽ ആർഎസ്എസ് ഒരു ചരിത്ര ദുരന്തമായിരുന്നുവെന്ന് അവർ തെളിയിച്ചു. GST അവർ കാണിച്ചതാണ്. GST ഒരു പരാജയമാണെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ മുഴുവൻ നിരന്തരം പറയുകയും ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നോട്ട് നിരോധനം നമുക്കറിയാം എത്രമാത്രം പരിഹാസ്യമായ സമീപനമായിരുന്നു അത്. നമ്മൾ അന്നേ പറഞ്ഞു ഈ നോട്ടിനെ ഇങ്ങനെ വലുതാക്കുന്നത് കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പരമാവധി പോകാൻ കഴിയുന്നതാണ് 1000 രൂപ എന്നത്. നിങ്ങൾ ഈ സമീപ രാജ്യങ്ങൾ പരിശോധിക്കുക, UAE ഗൾഫ് രാജ്യങ്ങൾ പരിശോധിക്കുക, യൂറോപ്പ് പരിശോധിക്കുക, സാമ്പത്തികമായ ശക്തിയുള്ള രാജ്യങ്ങളുടെ നോട്ടിന്റെ എണ്ണം പരിശോധിക്കുക. ഏറ്റവും വലിയ സാമ്പത്തിക വിനിമയം നടക്കുന്ന നോട്ടാണ് ഡോളർ. ഡോളർ 200 ഡോളർ ഉണ്ടോ? 500 ഡോളർ ഉണ്ടോ? ഇല്ലല്ലോ. 100 ഡോളറിലുള്ളൂ. 200 രൂപയെ യൂറോയിലുള്ളൂ. 20 രൂപയുടെ 20 നോട്ടാണ് ബഹ്റൈന്റെ നോട്ട്. മസ്കറ്റിന്റെ ഏറ്റവും വലിയ നോട്ട് 50 കുവൈറ്റിന്റെ 50 ഖത്തറിന്റെ 500 ദുബൈയിൽ മാത്രമാണ് 1000 നോട്ടുള്ളത്. സൗദി 500 അപ്പൊ ഈ നോട്ടിലെ അക്കം വർദ്ധിക്കുന്നു എന്നത് അത്ര ഗുണകരമായ ഒരു സാമ്പത്തിക രീതിയല്ല. നമ്മൾ പറഞ്ഞു 1000 2000 ആക്കുമ്പോൾ അബദ്ധമാണ് എന്ന് എക്കണോമിസ്റ്റുകൾ പറഞ്ഞു, സാമാന്യ യുക്തിയുള്ളവർ പറഞ്ഞു, കോൺഗ്രസിനെ നയിക്കുന്ന അതിന്റെ സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞു അസംബന്ധമാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞത് ഈ സ്പെഷ്യൽ നോട്ടാണ്, വെറുങ്ങളെ ആ പന്ന 1000 നോട്ടല്ല, ഇത് മോദിയുടെ 2000 അതിനിടയിൽ ചിപ്പ് ഉണ്ടാവും. എന്തിന്? പൈസ മാറുന്നതൊക്കെ പിടിക്കാൻ ഇല്ലേ? ചിപ്പും ഇല്ല, പോപ്പും ഇല്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോ 2000 രൂപയില്ല, പോയി. വിനിമയത്തിൽ സൗകര്യമുണ്ടായിരുന്ന 1000 അതും പോയി. അതവിടെ ചോദിക്ക് 1000 ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. 1000 പോയി. ഇപ്പൊ പറയാ 500 നിൽക്കുന്നു. നിങ്ങൾ വലിയ ബുദ്ധിമാന്മാർ രാജ്യത്ത് കൊണ്ടുവന്ന സമീപനമാണ് ഒടിഞ്ഞു തരിപ്പണമായി പോയി. നമ്മുടെ രാജ്യം അയൽ രാജ്യങ്ങളോട് മുഴുവൻ ഉടക്കി നിൽക്കുകയാണ്. നേരത്തെ ഇന്ത്യ ഏഷ്യയിലെ ഒരു ശക്തിയായി. നമുക്ക് പല രാജ്യങ്ങളോടും വിയോജിപ്പുകളുണ്ട്, പലതരം തർക്കങ്ങളുണ്ട്. പക്ഷെ തർക്കങ്ങൾ ഉണ്ടാകും വിടും. സക്രിയമായി സമീപ രാഷ്ട്രങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അതാണ് ചേരിതര നയം എന്ന് പറയുന്നത്. ഇപ്പോഴെന്താ സ്ഥിതി? ചൈനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ഇന്ത്യ. ഈ ബഡായി ഒന്നല്ല കാര്യം. ഇന്ത്യയുടെ കേരളത്തിന്റെ ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു, ചൈന കയ്യേറിയിരിക്കുന്നു. ഇത് ഞാൻ വെറുതെ പറയണതല്ലോ. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു MP ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമി ചൈന കൊണ്ടുപോയി. അവിടുത്തെ BJP-ക്കാർ അടക്കം എന്ന് വെച്ചാൽ ആ പ്രദേശത്തെ മിസോറാമിനോട് ചേർന്ന് നിൽക്കുന്ന BJP-ക്കാർ അടക്കമുള്ള അവിടുത്തെ ആളുകൾ ചൈനയ്ക്ക് അനുകൂലമായി മാറി എന്ന് വാർത്തകൾ വന്നു. കാരണം വലിയ ഓഫറാണ് ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾക്ക് ചൈന കൊടുക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ മുഴുവൻ തകർത്തെറിയുന്ന സമീപനങ്ങൾ രാജ്യത്തുണ്ടായി. നമുക്കെന്താ ചെയ്യാൻ കഴിഞ്ഞത്? നമ്മൾ എന്താ ചെയ്തത്? അപ്പോഴും ഈ ബഡായി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു മോദിയുടെ വകയുള്ള വർത്തമാനങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മക്കള് NIT-യിൽ ജോയിൻ ചെയ്താൽ, നിങ്ങൾ എൻട്രൻസ് എഴുതിയിട്ട് നിങ്ങളുടെ മക്കൾ NIT-യിൽ കയറിയാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ രക്ഷപ്പെട്ടു. എപ്പോഴാണോ NIT കഴിയുന്നത് അന്ന് അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാകും. ലോകത്തിലെ മികച്ച കമ്പനികൾ അവരെ കാത്തിരിക്കും. എന്നാൽ ഇന്ത്യയിലെ NIT-യിൽ നിന്ന് പുറത്തിറങ്ങിയ 76 പേർ പ്ലേസ്മെന്റ് കാത്തിരിക്കുന്നു എന്ന വാർത്ത ഇന്ത്യയിൽ വന്നത് ആഴ്ചകളുടെ മുമ്പാണ്. NIT അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ലോകത്തിന്റെ മുമ്പിൽ റേറ്റിംഗുകളിൽ തകർന്നത് വഴി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള മടി അന്താരാഷ്ട്ര കമ്പനികൾക്ക് വന്നു. അതാണ് അടിസ്ഥാനപരമായ കാര്യം. രൂക്ഷമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു ഭാഗത്ത്. എന്നാൽ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യയെ ലൂട്ട് ചെയ്ത കുറെ ആളുകൾ ഏറ്റവും വലിയ സമ്പന്നന്മാരായി വേറൊരു ഭാഗത്തും കഴിയുന്നു. ഇതെവിടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് എല്ലാം വിറ്റ് കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ്, കേരളത്തിന്റെ വലിപ്പമില്ല. ആ ബഹ്റൈനിന് സ്വന്തമായ ഒരു വിമാനമുണ്ട്, ഗൾഫ് എയർ.
എത്ര വലിയ രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ മാത്രം 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും എത്ര എയർപോർട്ടുകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ, എത്ര ജനങ്ങളാണ് ഡൊമസ്റ്റിക് ട്രാവൽ ഇതായിട്ട് ഈ രാജ്യത്തുള്ളത്. എന്നിട്ടും ഈ രാജ്യത്തിന്റെ വിമാന കമ്പനി നിങ്ങൾ വിറ്റു, സീപോർട്ടുകൾ വിറ്റു, എയർപോർട്ടുകൾ വിറ്റു, എല്ലാം. മോദി എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത മനുഷ്യനാണെന്ന് 10 കൊല്ലം കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ടും എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, എന്നിട്ടും ഇതെല്ലാം വ്യക്തമായിട്ടും ഈ ബോധ്യങ്ങളുള്ള ഇവിടുത്തെ ഇടതുപക്ഷം എന്തേ ഇങ്ങനെ നിശബ്ദമാകുന്നത്? നിങ്ങൾക്ക് എന്തേ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത്? സർവേകൾ വന്നിരിക്കുന്നു ബി ജെ പിക്ക് അനുകൂലമല്ല. 165 ബി ജെ പിയുടെ കയ്യിലുള്ള സീറ്റിൽ അവർ തോൽക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ നിരവധി സീറ്റുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തിരിച്ചു വരാൻ പോകുന്നു എന്ന കണക്കുകൾ രാജ്യത്ത് വരുന്നു. അപ്പോഴും നിങ്ങൾ എന്ത് നിശബ്ദതയാണ് ഈ പാലിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് CPM-നോടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗൗരവപ്പെട്ട രാഷ്ട്രീയ വിഷയത്തെ തമാശയായി കാണുന്നത്? ഇപ്പോഴും എല്ലാവരും ഒന്നിച്ചു നിൽക്കല്ലേ വേണ്ടത്? ഒരുമിച്ച് രാജ്യത്തെ നേരിടല്ലേ വേണ്ടത്? നിങ്ങൾക്ക് എന്താണത് കഴിയാതെ പോകുന്നത്? ഇന്ത്യ മുന്നണിയെ നിങ്ങൾ ഭാരം വെക്കുന്നു എന്നത് അതിശയമുള്ള കാര്യമല്ല. നിങ്ങൾ എപ്പോഴാണ് രാജ്യത്തിലെ ഒരു മതേതര കൂട്ടായ്മയെ മനസ്സറിഞ്ഞ് കൂടെ നിന്നത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ ബോംബെയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിങ്ങൾ വന്നില്ല. അതൊക്കെ പോട്ട്. നിങ്ങൾ മൻമോഹൻ സിംഗിനെ ഭാരവച്ച് താഴെ ഇറങ്ങുമ്പോ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ സഖാക്കളെ? നിങ്ങൾ ഓർത്തു നോക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞത് ആണവ കരാറിൽ മൻമോഹൻ സിംഗ് ഒപ്പുവെച്ചു എന്നാണ്. ശരി, ആണവ കരാറിൽ മൻമോഹൻ സിംഗ് ഒപ്പുവെച്ചതിന്റെ ബാക്കി പത്രം എന്താണ് ഈ 2024? നിന്റെ പ്രസംഗത്തിൽ എന്താണ് ആണവ കരാർ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ പറയാത്തത്? നിന്റെ പ്രസംഗത്തിൽ എന്താണ് ആണവ കരാർ രാജ്യത്തുണ്ടാക്കിയ അപകടം പറയാത്തത്? നിനക്കറിയുമോ CPM-കാരാ, കഴിഞ്ഞ മാസമാണ് UAE-യിലെ COP28 കഴിഞ്ഞത്, അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം. ആ സമ്മേളനത്തിന് വിലയിരുത്തൽ എന്താണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല എനർജി, ഗ്രീൻ എനർജി എന്ന് പറയുന്നത് സോളാർ അല്ല, വിൻഡ് പവർ അല്ല, വാട്ടർ പവർ അല്ല. ലോകത്തിലെ ഏറ്റവും നല്ല വിൻഡ് എനർജി എന്താണ്? ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ആണവ ഊർജമാണ്. എന്റെ സഖാവെ, ജീവിതകാലം മുഴുവൻ ശശിയാവാൻ വിധിക്കപ്പെട്ടവരാണ് നിങ്ങൾ. കമ്പ്യൂട്ടർ പറഞ്ഞ പോലെ, ഇല്ല എന്താണ് ട്രാക്ടർ പറഞ്ഞ പോലെ, നിങ്ങൾ മൻമോഹൻ സിംഗിനെതിരെ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന ആണവോർജം ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രീൻ എനർജി എന്ന് ശാസ്ത്രം പറയാണ്. മൻമോഹൻ സിംഗ് അന്നത്തെ ആണവ കരാറിൽ ഒപ്പിട്ടതിന്റെ ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചു നിങ്ങൾ പോവുക ചെയ്തത്. മാത്രമല്ല, നിങ്ങൾ ചെയ്തത് ഈ പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പിൻബലം കൂടി കൊടുക്കുക. അന്നൊരു കിളവൻ ഉണ്ടായിരുന്നു രാംലീല മൈതാനിയിൽ, ഓർമ്മ ഞങ്ങൾക്ക്? ഒന്നും മറന്നുപോകരുത്. എന്തായിരുന്നു? ഒരു ഗാന്ധി തൊപ്പിയൊക്കെ വെച്ചിട്ട് കണ്ടാ പിടിച്ചൊരു ഉമ്മം കൊടുക്കാൻ പോകുന്ന നിഷ്കളങ്ക ഭാവമുള്ള ഒരു കാട്ടുകള്ളം വൃദ്ധൻ അണ്ണാ ഹസാരെ. എവിടെ പോയടാ കളവൻ? CPM-കാരാ, നിങ്ങളല്ലേ ആ കളവനെ കൊണ്ടുവരുന്നത്? എന്താ പറഞ്ഞത്? ലോക്പാൽ ബില്ല് അഴിമതിയാണ്. ഞാൻ ഈ സഖാക്കളോട് ചോദിക്കട്ടെ, അന്ന് അണ്ണാ ഹസാരയുടെ കൂടെ കൂടി ആ ഗവൺമെന്റിനെ അട്ടിമറിച്ച് നിങ്ങൾ നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ തെളിയിച്ചോ? അതിന്റെ പേരിൽ എത്ര പേരെ നിങ്ങൾ ജയിലിൽ കടത്തി? പറയും നിങ്ങൾ. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ചിദംബരത്തെ കടത്തിയിട്ട് പുല്ല് പോലെ ഇറങ്ങിപ്പോന്നില്ല മനുഷ്യൻ. ഏത് കേസാണ് തെളിയിച്ചത്? കളവായിരുന്നില്ലേ പറഞ്ഞത്? ശുദ്ധ നുണയായിരുന്നില്ലേ? ഇനി ഇയാള് പോട്ട് ആര്? ഈ അണ്ണാ ഹസാരെ കൂടെ വേറൊരുത്തരുണ്ടായിരുന്നു, മുട്ടുവരെ താടിയുള്ളത് കാട്ടുകള്ളൻ സന്യാസി. എന്തായിരുന്നു? ബാബ രാംദേവ് ഇല്ലേ? എവിടെ പോയടോ ബാബ രാംദേവ്? ആ മൂത്രം വെച്ച് ജീവിക്കുന്ന ബാബ രാംദേവ് എന്ന് പറയുന്ന കാട്ടുകള്ളൻ സന്യാസി ഉണ്ടല്ലോ, ആ സന്യാസിക്ക് വേണ്ടി കേരളത്തിന്റെ തെരുവിൽ 200 ചില്ലാനം പ്രകടനം നടത്തിയെന്ന് സ്വന്തം വെബ്സൈറ്റിൽ എഴുതി വെച്ച പൊട്ടന്മാരുടെ പേരാണ് CPM എന്ന് പറയുന്നത്. സ്വന്തം വെബ്സൈറ്റിൽ, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ വെബ്സൈറ്റ് ഇന്നലെ ഉണ്ട്, അറിയാമോ? അയാൾക്ക് വേണ്ടി പ്രകടനം നടത്തിയിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? അവസാനം ബോംബെയിൽ നിങ്ങൾ പങ്കെടുത്തില്ല. അതിൽ അതിശയമൊന്നുമില്ല. കാരണം ഈ സാഹചര്യത്തിൽ പിണറായി വിജയന് അങ്ങനെ പെട്ടെന്നൊന്നും ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. മകളുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് തന്നെ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പേര് മാറ്റിയിട്ടുണ്ട്.
അങ്ങനെയാണ് ഓരോ അതിന് ടെൻഷനായിട്ട് കഴിയാണ്. നിങ്ങളുടെ മകള് അല്ലേ ഈ ഇതിലെ കുറ്റവാളി? ഞാൻ MP ഗോവിന്ദനോട് ചോദിക്കട്ടെ, പിണറായി വിജയനെ വിട്ടേക്ക്, അദ്ദേഹത്തിന്റെ മകളെ പറഞ്ഞിട്ടില്ല, അതിന് മാറ്റമില്ല. അപ്പൊ ഞാനല്ല, ഓക്കെ. പക്ഷേ MP ഗോവിന്ദനോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഈ കേസില് ഈ തട്ടിപ്പ് മുഴുവൻ എക്സാലോജിക്ക് നടത്തിയ ഈ കേസില് എക്സാലോജിക്കിന്റെ ബേസ് അഡ്രസ് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? തിരുവനന്തപുരം AKG സെന്ററാണ്. പിണറായി വിജയന്റെ ഇവിടുത്തെ വീടല്ല, ഇവിടുള്ള ധർമ്മസ്ഥല വീടല്ല, അറിയോ? വീണ വിജയൻ കൊടുത്ത അഡ്രസ് തിരുവനന്തപുരത്തെ AKG സെന്ററാണ്, അല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട സഖാക്കൾ ചോര നീരാക്കി ഉണ്ടാക്കിയ പാർട്ടിയുടെ ആഫീസിന്റെ അഡ്രസ്സിലാണ് ഇക്കണ്ട കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വീട് നടത്തിയത്. MP ഗോവിന്ദൻ മാറ്റി പറയോ? തള്ളി പറയോ? എങ്ങനെ തള്ളി പറയാൻ പറ്റും? പിണറായി വിജയൻ തള്ളി പറയില്ല. കാര്യം എന്താണ്? വീണ മോളാണ്. അപ്പൊ ഗോവിന്ദൻ എന്താ തള്ളി പറയാത്തത്? തീരെ പറയാൻ പറ്റൂല, മഹാരാജാവിന്റെ മോളാണ്, അപ്പൊ അയാൾക്കും പറ്റൂല. നിങ്ങൾ ആരെ തള്ളി പറയുന്നത്? ഞങ്ങള് പാനൂരിൽ ബോംബുണ്ടാക്കിയ സഖാക്കളെ ടപ്പ് നടന്ന് തള്ളി പറയും. കാരണം എന്താണ്? ഒരു മുടക്കില്ല. MP ഗോവിന്ദൻ തള്ളി പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? എന്താ പറഞ്ഞാൽ ഞങ്ങൾ DYFI CPM പോഷക സംഘടനയല്ല. ഏത് കോത്താടത്താണ് ഗോവിന്ദങ്ങൾ ജീവിക്കുന്നത്? ഇത്ര സുതാര്യമായ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനങ്ങൾക്ക് ഇത്രമേൽ വിവരമുള്ള ഒരു കാലത്ത് DYFI CPM പോഷക സംഘടനയല്ല, പിന്നെ ആരുടെ പോഷക സംഘടനയാണ്? ആ കുട്ടികളെ കുരുത്തക്കേട് കണ്ട അറിഞ്ഞുകൊണ്ട് അത് CPM ചില മക്കളെ കണ്ടാൽ പറയും, അച്ഛനെ പറയിപ്പിക്കും പറഞ്ഞ മാതിരി ഓരോ കയ്യിലെ ബോംബോ ഓരോ കയ്യിലെ വാളും കൊടുവാളൊക്കെ കണ്ടാൽ ഇത് CPM ഉറപ്പല്ലേ? യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പറയാൻ കോൺഗ്രസിൻ്റെതാണ്, യൂത്ത് ലീഗ് ആണെങ്കിൽ പറയാൻ ലീഗിൻ്റെതാണ്. നിങ്ങൾ ഒറ്റ വാക്കിന് തള്ളി പറഞ്ഞങ്ങ് പോകാൻ നിങ്ങൾക്ക് സുഖമാണ്. തള്ളി പറഞ്ഞു പോകാൻ ആരാന്റെ മക്കളാണ്? ഗോവിന്ദന്റെ മോൻ ബോംബുണ്ടാക്കൂലല്ലോ. പിണറായി വിജയന്റെ ഒരു മകനുണ്ടല്ലോ, മകനെ അറിയുന്നില്ല, ഒരു കുറച്ച് ഷൈ ആണ് ആ കുട്ടി. ഈ വീണയെ പോലെ അത്ര ഉഷാറില്ലാത്തത് കൊണ്ടാണ് മൂപ്പരുടെ അമ്മോഷം കഴിഞ്ഞിട്ട് വെട്ടിയത്, AI ക്യാമറയിൽ അടിച്ചു മാറ്റിയത്. ഒരു മകനുണ്ട്, ആ ബോംബുണ്ടാക്കുവോ? EP ജയരാജന്റെ മകൻ ബോംബുണ്ടാക്കുവോ? MP ജയരാജന്റെ മകൻ ബോംബുണ്ടാക്കുവോ? നിങ്ങളുടെ ശ്രീമതി ടീച്ചറുടെ മകൻ ബോംബുണ്ടാക്കുവോ? നിങ്ങളുടെ വിജയരാഘവന്റെ മകൻ ബോംബുണ്ടാക്കുവോ? ഇല്ല. അവരെന്തുണ്ടാക്കും? അവർ പൈസ ഉണ്ടാക്കും. നാട്ടുകാരോ ബോംബുണ്ടാക്കും. അവർ സുഖമായിട്ട് ജീവിക്കും. നാട്ടുകാരെ മക്കളോ ബോംബ് കൂട്ടിയിട്ട് മരിക്കും, അല്ലേ? നിങ്ങളെ മക്കളെ നീ പണിക്ക് കിട്ടൂല. നാട്ടുകാരെ മക്കളെ ബോംബുണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ കൂളായിട്ട് അവരെ തള്ളി പറയുകയും ചെയ്യുക. എന്തൊരു രാഷ്ട്രീയ രീതിയാണ്, സംവിധാനമാണ്. ഒറ്റ കാര്യം ഞാൻ CPM ചോദിക്കട്ടെ. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ 2-3 ദിവസം മുമ്പ് കോൺഗ്രസ് അന്വേഷണമൊക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാരിങ്ങനെ പ്രത്യേകിച്ച് UDF-ഉം വല്ലാതെ പ്രയാസപ്പെട്ടു പോയ ഒരു സീനുണ്ട്. കരുണാകരന്റെ മകള്. ആരാ കരുണാകരൻ? അദ്ദേഹത്തിന്റെ ലെഗസി എന്താണ്? എല്ലാ മാസത്തിന്റെയും മലയാള മാസത്തിന്റെ 1-ാം തീയതി മൂപ്പരെ കാണണമെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ നട തുറക്കുന്നിടത്ത് പോകണം. നല്ല ഹിന്ദു, നല്ല വിശ്വാസി, നല്ല മതേതരവാദി, നല്ല ധീരനായ ഭരണാധികാരി. ആ കരുണാകരന്റെ മകള് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് BJP-യിലേക്ക് പോയി. അന്ന് മുരളീധരന്റെ ഒരു പത്രസമ്മേളനമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഹൃദയം ഇടിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടത്. പക്ഷെ മുരളീധരന് ഒന്ന് ചഞ്ചലപ്പെടാതെ ധൈര്യപൂർവം മുറിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ് തള്ളി പറഞ്ഞു പെങ്ങളെ. AK ആന്റണിന് കോൺഗ്രസിനകത്തുണ്ട്, പുറത്തുണ്ട് പലതരം അഭിപ്രായ വ്യത്യാസം. പക്ഷേ ആന്റണി 10 രൂപയുടെ അഴിമതി നടത്തിയെന്ന് ഒരു മനുഷ്യൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം 10 കൊല്ലമാണ് പഞ്ചായത്ത് മെമ്പർമാർ കോടികൾ അടിച്ചു മാറ്റുന്ന കാലത്താണ് കോടാനു രൂപയുടെ കൈവെള്ളയിലൂടെ മറിഞ്ഞിട്ടും 1 രൂപ അഴിമതി നടത്താതെ ആന്റണി നിന്നത്. പക്ഷേ ആന്റണിയുടെ വീട്ടിലൊരു വിത്ത് വളരുന്നുണ്ടായിരുന്നു, അനിൽ. അവനിഷ്ടമില്ല. അത് സലീം കുമാർ പറഞ്ഞാൽ അതിഷ്ടമില്ല. കക്കാത്തത് അവന് കക്കുന്ന BJP-യാണ് ഇഷ്ടം, കക്കാത്ത അച്ഛനെയല്ല. അതുകൊണ്ട് കത്തുന്ന BJP-യിലേക്ക് അവൻ പോയി. ആ വൃദ്ധനായ മനുഷ്യൻ ആന്റണി ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം മകനെ ശക്തമായ ഭാഷയിൽ തള്ളി പറഞ്ഞു. ഞാൻ MP തോൽക്കണം, അനണിയാൻ തോൽക്കണമെന്നല്ല, തോൽക്കണം എന്ന് ഉറപ്പിച്ചു പറയില്ലേ 3 തവണ. ഞാൻ MP ഗോവിന്ദനോട് പറയണത്, പിണറായിയുടെ മകളെ തള്ളിപ്പറയാൻ നിങ്ങൾ ആന്റണിയെ മാതൃകയാക്കണ്ട, മുരളീധരനെയും മാതൃകയാക്കണ്ട, VS അച്യുതാനന്ദനെ മാതൃകയാക്കും. VS അച്യുതാനന്ദന്റെ മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ
9 പേജുള്ള കത്ത മനുഷ്യൻ CBIക്ക് എഴുതി. VS-നെ അതിരൂക്ഷമാം വിധത്തിൽ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരിക്കൽ പോലും അയാൾ അഴിമതി നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് അഭിപ്രായ വ്യത്യാസം എനിക്ക് P. ജയരാജനെ കുറിച്ചുണ്ടല്ലോ. ഷുക്കൂർ കൊലക്കേസിൽ അയാൾ പുതുക്കണമെന്ന് ആഗ്രഹിച്ച് പണികെടുത്തതിൽ ഒരാൾ ഞാനുണ്ടല്ലോ. പക്ഷെ P. ജയരാജൻ അഴിമതി നടത്തുമെന്ന് ഞാൻ പറയില്ലല്ലോ. P. ജയരാജന് പാർട്ടിയിലുള്ള സ്ഥാനം ഇപ്പൊ എന്താണോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വടകരയിൽ P. ജയരാജൻ മത്സരിച്ചപ്പോ MP-ക്ക് സ്ഥാനം കൊടുത്തു. MP മത്സരിച്ചപ്പോഴോ P. ജയരാജന് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കൂലല്ലോ. നിങ്ങള് കക്കാതിരിക്കുക എന്നതിനേക്കാൾ വലിയ അയോഗ്യത ഇപ്പോൾ CPM-ൽ നിൽക്കുന്നതിന് വേറൊന്നുമില്ല. അതുകൊണ്ട് മാറ്റിയതാ. ഞാൻ പറഞ്ഞു വന്നത് VS അച്യുതാനന്ദനെ കുറിച്ചാണ്. VS-ന് നിങ്ങൾ അതെങ്കിലും മാതൃകയാക്ക്. VS-ന് തള്ളി പറയോ? നിങ്ങൾ തള്ളി പറയൂല, തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയാണ് എന്ന ജനങ്ങൾക്ക് വേണ്ടി. എന്റെ പേരിൽ ആക്ഷേപം എന്താ നിങ്ങൾക്ക്? ഞാൻ കുഞ്ഞനന്ദന്റെ വിഷയം പറഞ്ഞു എന്നാണ്. ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിർത്തിയതാ ആ കാര്യം. എന്താ വെച്ചാൽ പാർട്ടി സെക്രട്ടറിയാ പറഞ്ഞത് MP ഗോപന് ഷാജിക്കെതിരെ കേസെടുക്കും. ഞാൻ പലതവണ പറയും, നാളെ എന്റെ കേസ് സുപ്രീം കോടതിയിൽ വരിക. ഒരു കേസാണ്, പൈസയും ചെലവാണ്, അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് ഞാൻ പൂതിയായിട്ട് പറയല്ല, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക. എന്റെ പേരിൽ കേസ് പറഞ്ഞിട്ടൊന്നല്ല. നിങ്ങൾ ഓരോ FIR ആ വിഷയത്തിൽ ഇട്ടാൽ ചെവിയിൽ നുള്ളിക്കൊത്തകാതെ നിങ്ങൾ കൊന്നു തിന്ന മനുഷ്യരുടെ കഥ ഇവിടെ കൃത്യമായിട്ട് വലിച്ചുകൊണ്ടുവരും. എന്താണ് നിങ്ങളുടെ TP വധക്കേസിൽ മാത്രമുള്ള വിഷയമല്ലല്ലോ, കുഞ്ഞനന്ദൻ മാത്രമല്ലല്ലോ, CS അശോകന്റെ മരണോ. ഇത് ഈ കണ്ണൂരിലെ ഫസല് കൊല്ലപ്പെട്ടപ്പോ ഫസലിന്റെ കൊലപാതകത്തിലെ 3 പ്രതികൾ കുത്തുകൊണ്ടും റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഒരുത്തരെ പിടിച്ചോ നിങ്ങൾ? ആ കേസ് അന്വേഷിച്ച DYSP പറഞ്ഞല്ലോ മരണത്തിൽ ദുരൂഹത എന്തത്. ഷുക്കൂറിനെ കൊന്ന ഒരു കൊലയാളി ആത്മഹത്യ ചെയ്തു, മറ്റൊരു കൊലയാളിയുടെ ഔട്ട്സ്പോക്കനായ ഭാര്യ ആത്മഹത്യ ചെയ്തു. മൻസൂറിനെ കൊന്ന പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു. ഇതെന്താ പറഞ്ഞത്? മനുഷ്യനെ പച്ചക്ക് ആളുകളുടെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നവൻ മനസ്താപം വന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഈ കണ്ണൂരിലെ മാത്രം സംഭവമാണല്ലോ. ഇത് വെറും ആത്മഹത്യയാണോ? അല്ലെന്ന് ഞങ്ങൾ പറയുന്നു. ദുരൂഹതയുണ്ട് ആ മരണങ്ങളിൽ. ഒരു കുഞ്ഞനന്ദൻ കേസ് മാത്രം. ഇങ്ങനെ ഒരു പാർട്ടി ആലോചിച്ച് നോക്കി, എന്തെല്ലാം ഒരു മര്യാദയും മാന്യതയില്ലാത്ത വിധത്തിൽ. എന്നാൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറയും കേന്ദ്രം BJP അല്ലേ? ആണല്ലോ. ഇത് ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട്ടിന്റെ കേന്ദ്രം പിന്നെ പാകിസ്ഥാന്, ആന്ധ്രയുടെ കേന്ദ്രം ബംഗ്ലാദേശ്, കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാൻ അല്ലല്ലോ. അതൊക്കെ ഇന്ത്യൻ അല്ലേ? എന്നാ പിന്നെ ഈ പേരാവുൾട്ടാവുന്ന് നിങ്ങൾ 1 ലിറ്റർ ഡീസൽ അടിക്കുക. എന്നിട്ട് കർണാടക പോയിട്ട് ഇതാ കുറച്ചപ്പുറം കൂട്ടുപുഴ കടന്നിട്ട് നിങ്ങൾ കർണാടക പോയിട്ട് ഡീസൽ അടിക്ക്. 10 റുപ്യ കുറവാ ലിറ്ററിന്. അതെന്റെ സിദ്ധരാമയ്യ റഷ്യന്ന് നേരിട്ട് പെട്രോൾ ഇറക്കുക അല്ലടോ? മോദി കൊടുക്കുന്ന പെട്രോൾ തന്നെ സിദ്ധരാമയ്യ വിൽക്കണത്. പിന്നെ എന്റെ വില കുറക്കണത്? ജനങ്ങൾക്ക് വില കുറച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അവിടെയുണ്ട്, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്താ നിങ്ങൾ കുറക്കാത്തത്? നിങ്ങൾ എന്താ ചെയ്തത്? മോദി കൂട്ടി, നിങ്ങളും കൂട്ടി. മോദിക്കല്ലേ 100 കൂട്ടാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് 2 കൂട്ടാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് അല്ലേ, ആവും നിങ്ങളും കൂട്ടി. ഗുണ്ടിൽപേട്ടയിൽ അരിയുടെ വിലയാണോ പേരാവൂരില്? ഗൂഡല്ലൂരിലെ പഞ്ചസാരയുടെ വിലയാണോ പേരാവൂരില്? കർണാടകയിലെ പച്ചക്കറിയുടെ വിലയാണോ പേരാവൂരില്? അല്ലല്ലോ. അവിടങ്ങളിലെ പച്ചക്കറിയുടെ അരിയുടെയും വില ഇവിടെയല്ലോ. എന്താ വില ഇവിടെ കൂടുന്നത്? എന്താ ഇവിടെ വില പിടിച്ചു നിർത്താനാവാത്തത്? കേന്ദ്രം മാത്രം പറയുമ്പോ എന്തുകൊണ്ട്? ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, സ്ത്രീകള് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ആണ് ഇവര് കഴിച്ചിലായി പോകുന്നു. ഇവിടെ കേരളത്തിലായി പോയി. എന്താ സ്ഥിതി? ഇപ്പൊ അഥവാ വീട്ടിൽ ഭർത്താവൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കശപിശൊക്കെ ഉണ്ടായാൽ ഒരു ചെറിയ വിഷമമൊക്കെ കാണുമല്ലോ. വല്ലാണ്ട് വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ നേരെ ബസ് കയറി കുത്തിർക്കുക. ബസ് അങ്ങനെ പോകും, ഓരോ കാഴ്ച കാണും, മനസ്സിന്റെ പിരിമുറുക്കൊക്കെ ഇങ്ങനെ മാറും. വൈകുന്നേരമാകുമ്പോൾ ഭർത്താവ് ശരിയാവും, വീട്ടിൽ പോയി ഇറങ്ങിയാൽ മതി. 10 റുപ്യ ബസ്സിന് കൊടുക്കണ്ട. കർണാടക സ്ത്രീകൾക്ക് ഫ്രീയാണ്, തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ഫ്രീയാണ്. ബസ് കയറി കുത്തിർന്നാൽ മതി. എത്ര ദിവസം കുത്തിർക്കും? ഇന്നലെ നിങ്ങൾ വന്നില്ലെന്നും ചോദിക്കില്ല, ചോദിച്ചവന്റെ പണിയാൻ പോകും. ഇന്നലെ നിങ്ങൾ ഈ സീറ്റിൽ കണ്ടില്ലല്ലോ, ഓസി അടിക്കാൻ വന്നാൽ ഒന്നും ചോദിക്കൂല. ചോദിച്ചാൽ ഓന്റെ പണി പോകും. ഫ്രീ ആണ്. അറിയാം നിങ്ങള്? ഇവിടെ ബസ് കയറിയ പൈസ കൊടുക്കണം എന്നുള്ള പോട്ടെ, കേറാൻ നേരത്ത് ബസ്സിന്റെ മുകളിൽ ഒരു ഫോട്ടോ ഉണ്ട് മുഖ്യമന്ത്രിയുടെ. ആ മോന്ത കണ്ട അന്ന് വെള്ളം കുടിക്കില്ല. എന്ത് ഭരണാടോ നിങ്ങൾ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് ഇപ്പൊ മൈക്കിന് വരെ മടുത്തിരിക്കുക.
എവിടെ പോയാലും മൈക്ക് ഉടക്കുക, മൈക്ക് എന്നറിയാം, മൈക്ക് കുടിഞ്ഞാൽ വീടുകളയാ അല്ലാണ്ട് മൈക്ക് ഉടക്കി വീഴാണ്, പറ്റണില്ലാന്ന്. ഒരു സിനിമയില് മറ്റേ കൊച്ചിനാണിപ്പോ ചോദിക്കുന്നുണ്ട്, ആനക്കും ബോറടിക്കൂലേ, എടോ മൈക്കിനും മതിയാവൂലേ, എന്ത് തള്ള അങ്ങനെ തരണത്. ഇതേപോലെ കാണി മെനഞ്ഞാത്തത്തെ രസം എന്താ വെച്ചാൽ മൂപ്പര എന്തോ പറയാ, മൈക്ക് വേറെന്തോ പറയാ, മൈക്ക് വരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇറങ്ങിക്കരുതാണ് ഞങ്ങളോട് പറയുന്നത്. സാമാന്യ ബോധമുള്ളവരൊക്കെ ഇറങ്ങേണ്ട സമയം. എന്ത് ഭരണമാണ് എന്റെ സഖാക്കളെ നിങ്ങൾ നടത്തിക്കൊണ്ട്. AK ബാലൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണ്, എന്നാൽ നിങ്ങൾ വോട്ട് ചെയ്യണം. എന്തിന്? ചിഹ്നം രക്ഷിക്കാൻ. നമ്മൾ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി മെനക്കെട്ട് കൊടുക്കുമ്പോൾ മൂപ്പര് ചിഹ്നം രക്ഷിക്കാൻ പോണത്. എന്റെ പാല ഞാൻ ചോദിക്കട്ടെ, അതിന് മാത്രം ചൊറുക്കുള്ള ചിഹ്നം എന്നുള്ളത് അരിവാളും ചുറ്റികൾക്കല്ലേ, മാരകായുധങ്ങളല്ലേ? അത് പോട്ടെ, നമുക്ക് നിങ്ങൾക്ക് നല്ല ചിഹ്നല്ലേ, ബോംബില്ലേ, ബോംബ് ചിഹ്നാക്ക്, നിങ്ങൾക്ക് പറ്റിയ ചിഹ്നാണ്, ബോംബാക്കിയ പോലെ. എന്തൊരു പാർട്ടിയാണ് നിങ്ങൾ. എന്ത് ഇപ്പോ ഈ പറയുന്ന ബഡായിക്കൊക്കെ ഒരു കണക്ക് പാടല്ലോ. BJP തോൽപ്പിക്കാൻ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആരെങ്കിലോ ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 543 പാർലമെന്റ് സീറ്റിലേക്കാണ്, അല്ലാതെ എന്റെ 437 സീറ്റിലേക്കല്ല. ഒരു സിനിമയില് പഞ്ചാബി ഹൗസില് ദിലീപ് പറയുന്നുണ്ട് ഹരിശ്രീ അശോകനോട്, ഹരിശ്രീ അശോകൻ ഇങ്ങനെ വെല്ലിട്ടാണല്ലോ, അപ്പൊ ഹരിശ്രീ അശോകൻ പറയുന്നത് കല്യാണം കഴിക്കണം എന്നല്ല. അപ്പൊ ദിലീപ് പറയും കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യങ്ങളും വേണമെന്നാണ്. കേട്ടോ സഖാക്കളെ, 543 സീറ്റിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു 50 സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം, എന്നാലല്ലേ പറ്റുക. അപ്പൊ ചോദിച്ചു ലീഗോ, എടാ ഞങ്ങൾ ചെറിയൊരു പാർട്ടിയാണ്, ഒരു ചെറിയ കൈവഴിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ സമുദ്രത്തിന്റെ കൂടെ ഞങ്ങളെ കൈവഴി തിരിച്ചു ചേർത്ത് വിട്ടത് ഞങ്ങളുടെ ഗവൺമെന്റാണ്. നിങ്ങൾക്ക് എന്ത് നിലപാടുണ്ട്, എന്ത് പരിപാടിയുണ്ട്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ ലീഗിനോട് ഭയങ്കര സങ്കടമാണ്. പിണറായി വിജയൻ പൈസ എന്നിട്ട് ഞങ്ങൾ കൊടിയെടുപ്പിച്ച് ഞങ്ങൾക്ക് സൗകര്യമല്ലേ കട്ടാൻ, ഞങ്ങൾ കൊടി പിടിക്കണേ, ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റി കൂടിയിട്ട് നാളെ കൊടിന്റെ കളർ മാറ്റാൻ തീരുമാനിച്ചു, ചോപ്പാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ചുവപ്പും പച്ചയൊക്കെ ഒരു കളറാണ്. നിങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ലേ, നിങ്ങൾക്ക് കറുപ്പ് ഉണ്ടാ ഭ്രാന്താവുക, ചുവപ്പ് ഉണ്ടാ കൊല്ലാൻ തോന്നുക, അത് നിങ്ങളുടെ മാനസിക രോഗമാണ്. ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇന്ത്യയാണ് പ്രധാനം, മനസ്സിലാക്കുക, ഇന്ത്യയാണ്, ഐഡിയോളജിയാണ് പ്രധാനം. എന്നിട്ട് പറയാ ഞങ്ങളെ കൂടി എന്തോ ആക്കിക്കോളാം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു കിട്ടും. മാഹി പോയാൽ കോൺഗ്രസിന്റെ കൂടെ, തമിഴ്നാട്ടിൽ പോയാൽ വേണ്ട അവർ DMKന്റെ കൂടെ, കർണാടകയിൽ പോയാൽ കോൺഗ്രസ്. ഇപ്പൊ മാഹിയിൽ ബൈപ്പാസ് ഉണ്ടല്ലോ, എനിക്ക് വലിയ ഹാപ്പിയാണ്. അങ്ങനത്തെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനാണ് എത്ര പെട്ടെന്ന് അങ്ങോട്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്നത്. പക്ഷെ സഖാക്കൾക്ക് ഇഷ്ടമില്ല. എന്താ കാര്യം? മാഹിയിൽ വണ്ടിയുടെ പ്രചരണം, അനൗൺസ്മെന്റ് വണ്ടി പോവാണ്, സ്പീഡ് പോകണം. രാഹുൽ ഗാന്ധി തുവേ നരേന്ദ്രത്തിന് മടങ്ങിലെത്തി. അപ്പൊ ഡി എന്ന് പറയണോ ഉണ്ടാന്ന് പറയണോ എന്നറിയില്ല. ഹൈവേയിൽ സ്പീഡ് കൂടിയ നിലപാട് പാടുന്ന ഒരു പാർട്ടിയാണ്. അത്രേ അതിന്റെ കപ്പാസിറ്റി ഉള്ളൂ. എന്നിട്ടും വെറുതെ പുളുവടിക്കാൻ 3 സീറ്റ് തന്നെ CPM ഇപ്പൊ പാർലമെന്റിലുള്ളത്. അതിലൊന്ന് കേരളത്തിലെ തരി ആരിഫാണ് അല്ലെ, ബാക്കി 2 കോൺഗ്രസിന്റെയും DMKന്റെയും ഞങ്ങൾ ഈ ചെറിയ പാർട്ടി ലീഗിന്റെയും കൂടി കൂട്ടിക്കെട്ടിയിട്ട് തമിഴ്നാട്ടിൽ ചെയ്തതാണ്. മര്യാദ കുറച്ചൊക്കെ ഒരു സ്ഥലമൊക്കെ നിർത്തി കാലം പഴയ പോലെ റഷ്യയിലേക്ക് നോക്കൂന്നൊക്കെ പറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ വിവരം വെച്ച ഒരു പുതിയ കാലമാണ്. അതിനനുസൃതമായി നിൽക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ സ്നേഹപൂർവ്വം പറയും. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ 26-ാം തീയതിക്ക് ശേഷമുള്ള സീതാറാം യെച്ചൂരിയുടെ ഷെഡ്യൂൾ ഒന്ന് പുറത്തു വിടണം. ഈ 26-ാം തീയതി കഴിഞ്ഞാൽ 26 വരെയാണല്ലോ മൂപ്പര് ഇരുട്ടിപ്പേരാപ്പൂർ ബൂത്തിലുള്ളൂ. അത് കഴിഞ്ഞ് എവിടെക്കാണ് പോകും? ഇന്ത്യ പിന്നെയും തെരഞ്ഞെടുപ്പുണ്ട്, വേറെ ഒരുപാട് സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പുണ്ട്. മൂപ്പര ഷെഡ്യൂൾ എന്താണ്? എവിടേക്കാ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി പോണത്? എവിടേക്കാ പോണത്? എവിടെ പോകാൻ പറ്റുക? നിങ്ങൾ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിന്റെ വണ്ടിന്റെ ബാഗ് പിടിച്ചിട്ട് മൂപ്പർ ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ അവിടേക്ക് എത്താൻ എങ്ങനെങ്കിലും സ്പീഡിൽ പോയിട്ട് ആ യോഗത്ത് പങ്കെടുക്കാൻ നോക്കും. അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. പാർലമെന്റിലൊക്കെ പോയാൽ ഞങ്ങൾ ശശി തരൂർ മുതൽ കാസർഗോഡ് വരെ നിർത്തിയവരൊന്ന് നോക്കിയാൽ മതി. പാർലമെന്റിൽ പോയി സംസാരിക്കാൻ കൊള്ളാവുന്ന, അതിന് വേണ്ടി വരുന്ന, അതെങ്ങനെയാണോ അവിടെ പറയേണ്ടത് പറയാൻ കൊള്ളാവുന്ന നൈപുണ്യമുള്ള, ഭാഷാവികാരമുള്ള ആളുകളെയാണ് ഞങ്ങൾ തരുന്നത്. കാരണം സീരിയസ്, ഇത് തമാശ കളിയല്ല. ഇത് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ പേടിപ്പിക്കാൻ വേണ്ടി മുണ്ടും മടക്കൂത്തി പറയുന്ന സ്ലാഷ്ലി വർത്തമാനങ്ങളുമായിട്ട് അവിടെ പോയാൽ പറ്റൂല. അതിൻ്റെതായ പോക്ക് പോകണം. അതിനാണ് സ്ഥാനാർത്ഥികളെ 20 പേരെയും നിർത്തിയിട്ടുള്ളത്. ഇത് ഗൗരവപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ വോട്ട് കെ സുധാകരനല്ല, ഇന്ത്യക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന ബോധത്തോടെയാണ്. ഈ നിങ്ങൾ കൊടുക്കുന്ന വോട്ട് രാഹുലിന് വേണ്ടിയുമല്ല,
ഈ രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യത്തെ തിരിച്ചു പിടിക്കാനാണ്. അതുകൊണ്ട് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി നിങ്ങൾ ബഹുമാന്യനായ സുധാകരനെ ഇവിടെ ജയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് നിർത്തുന്നു. ാക്കുമ്പോൾ പറഞ്ഞു ഞങ്ങളത് അനുവദിക്കുകയില്ല എന്ന് സമരം ചെയ്യുമെന്ന് പറഞ്ഞു. സമരം ചെയ്യണം, കേന്ദ്ര ഗവൺമെന്റ് അത് നടപ്പിലാക്കുകയാണെങ്കിൽ സമരം ചെയ്യണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. അങ്ങനെ കേരളത്തിലെ മത അധ്യക്ഷന്മാർ, മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ എല്ലാ വിഭാഗം, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ആ സമരം ചെയ്യാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നു. അവർ പ്രകടനം നടത്തി, പൊതുയോഗം നടത്തി, ഉപരോധം നടത്തി, ഒക്കെ സമരം ചെയ്തു. എന്താ ഫലം? ആയിരക്കണക്കിന് മതപണ്ഡിതന്മാരുടെ പേരിൽ കേസെടുത്തു. ഇന്നും 500 രസകരമായ രീതിയിൽ ഇവിടെ പ്രസംഗിച്ച് പ്രതിപാദിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ഒരു പ്രസംഗത്തിനൊരു പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇവിടെ നേതാക്കന്മാർ മുഴുവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് 2024 ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന ജനദ്രോഹ നടപടികൾക്ക് എതിരെയുള്ള ഒരു വിലയിരുത്തലായിരിക്കണം ഈ വരുന്ന 26 ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ വിനിയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഈ പേരാവൂരിലെ നല്ലവരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ രാജ്യം എന്ന് പറയുന്നത് കേവലം 10 വർഷക്കാലം കൊണ്ട് ഉണ്ടായതല്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്നുമില്ലാതിരുന്ന ഇന്ത്യയെ, പട്ടിണിയിലായിരുന്ന ഇന്ത്യയെ, ഒരു മുട്ടുസൂചി പോലും ഇല്ലാതിരുന്ന ഇന്ത്യയെ, രോഗികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഇന്ത്യയെ, ആതുരാലയങ്ങൾ ഇല്ലാതിരുന്ന ഇന്ത്യയെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്ന ഇന്ത്യയെ, കാർഷിക കടബാധ്യതയുള്ള ഇന്ത്യയെ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നിടത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കടക്കം കാർഷിക മേഖലയിലടക്കം സ്വയം പര്യാപ്തത നേടി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയാക്കി തീർത്തത് കേവലം 10 വർഷക്കാലം മുന്നേ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നതിനു ശേഷമല്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കയറുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തിയ ഒരു വാഗ്ദാനമുണ്ട്. ഇവിടെയുള്ള കള്ളപ്പണമെല്ലാം പിടിച്ചെടുത്ത് അത് സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ ഞങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഒരു ഭരണകൂടം. അതിനുശേഷം ഇപ്പോ പൊള്ളയായ ഒരു വാഗ്ദാനവുമായി ഇറങ്ങിയിരിക്കുകയാണ് മോദി തരുന്ന ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി എന്താണ്? ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ, വർഗത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ പേരിൽ വേർതിരിക്കുന്നതാണോ എന്ന് നരേന്ദ്രമോദി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് കോർപ്പറേറ്റുകളെ തിന്ന് കടിച്ചു കൊഴുപ്പിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ, നമുക്കെല്ലാം അറിയാം, സാധാരണക്കാരന്റെ ഇടനെഞ്ചിലേക്ക് ഇടുത്തി പോലെ വീണ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ മുദ്രാവാക്യം? LDF വരും, എല്ലാം ശരിയാകും. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാവർക്കും ഒരു ആശ്വാസം. കാരണം ആരാണിത് പറയുന്നത്? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവ്, പിണറായിയിലെ പാറപ്പുറത്ത് കോരന്റെ മകൻ വിജയൻ. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ